ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ മോഷ്ടാക്കളും സജീവമായി. എന്നാൽ അവരിൽ ചില മനസാക്ഷിയുള്ള മോഷ്ടാക്കളുമുണ്ട്. പണത്തോടൊപ്പം വിലപിടിപ്പുള്ള രേഖകൾ വല്ലതുമുണ്ടെങ്കിൽ അത് ഉടമസ്ഥരുടെ അടുത്തെത്തിക്കാനുള്ള മാർഗം ഈ മോഷ്ടാക്കൾക്കറിയാം. ഇത് സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ എഴുത്തുപെട്ടിക്കുള്ളിൽ നിന്നും കത്തുകൾ ശേഖരിക്കാനെത്തിയ സന്നിധാനം പോസ്റ്റ്മാന് ലഭിച്ചത് കത്തുകളെക്കാളേറെ ചില വിലപിടിച്ച രേഖകളാണ്. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, തിരിച്ചറിയൽ കാർഡ്, അങ്ങനെ പോകുന്നു ഈ രേഖകൾ. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തുന്ന കള്ളന്മാർ പണമെടുത്ത ശേഷമാണ് ഈ രേഖകൾ പോസ്റ്റ് ബോക്സിനുള്ളിൽ നിക്ഷേപിക്കുന്നത്. വിലപിടിപ്പുള്ള ഈ രേഖകളുടെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കാനുള്ള പെടാപ്പാട് എന്തായാലും കള്ളന്മാർക്കറിയാം. തീർത്ഥാടനം ആരംഭിച്ചതോടെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തിരുട്ടി സംഘങ്ങൾ സന്നിധാനത്ത് സജീവമാണ്. എന്തായാലും ലഭിക്കുന്ന രേഖകൾ തപാൽ വകുപ്പ് കൃത്യമായി അതാത് വിലാസങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. കിട്ടേണ്ട ആൾക്കാരനെ കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചായിരിക്കാം അവരെ പോസ്റ്റ് ഓഫീസിൽ തന്നെ കൊണ്ടിടുന്നത്. നമ്മളങ്ങനെ കാണുന്ന ID കാർഡിൽ അല്ലെങ്കിൽ ATM കാർഡിൽ അഡ്രസ്സ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ സർവീസ് കവറിലിട്ട് അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി എണ്ണം കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തുടങ്ങിയപ്പം തന്നെ നേരത്തെ അവസാന മാസങ്ങളിലാണ് ഇതെല്ലാം കൊണ്ടിടുന്നത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ തുടക്കം തൊട്ടേ എല്ലാവരും കൊണ്ടിടുന്നുണ്ട്. ഇനി സന്നിധാനത്തെത്തി നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാലും വീട്ടിലെത്തി കഴിയുമ്പോൾ സൈക്കിൾ ബെൽ മുഴക്കെത്തുന്ന പോസ്റ്റ്മാനെ കാത്തിരുന്നാൽ മതിയാകും നഷ്ടപ്പെട്ട രേഖകൾ തിരികെ കിട്ടാൻ. കാരണം സന്നിധാനത്തെ കള്ളന്മാർ മനസാക്ഷിയുള്ളവരാണ്. S. ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.